അമ്മയോടുകൂടി മരിക്കുന്നവർ അമ്മയോടുകൂടി ഞങ്ങൾ അറിയുന്നു. അമ്മയോടുകൂടി തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു, എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആടികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളുടെ രക്ഷിത പുത്രന് ആരാധനയും രക്ഷണകൃത്യം എന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലെ ഒരുമിച്ച് കൂടി ഈശോയുടെ ഈ പീഡായി ഇതുപോലൊരു പരിപാടിക്ക് ബുക്ക് ചെയ്തതും അവസാനമായി അത് നിരസിക്കപ്പെട്ടതും കൊറോണയുടെ സാഹചര്യത്തിൽ 2 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ആദ്യമായി ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ധ്യാനം തന്നെ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചുള്ളതാണ്. നമുക്കറിയാം, ഈ ലോകത്തിന് അതിർത്തിയുണ്ട്, നമ്മുടെ ജില്ലകൾക്ക് അതിർത്തിയുണ്ട്, നമ്മൾ താമസിക്കുന്ന വീടുകൾക്ക് അതിർത്തിയുണ്ട്, നമ്മുടെ റൂമുകൾക്ക് അതിർത്തിയുണ്ട്, നമ്മുടെ ബന്ധങ്ങൾക്ക് അതിർത്തിയുണ്ട്. അതിർത്തികൾക്കുള്ളിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. സ്നേഹം കൂടുമ്പോഴും പാപം കൂടുമ്പോഴും ബന്ധം കൂടുമ്പോഴും ബന്ധം നഷ്ടപ്പെടുമ്പോഴും അതിർത്തികൾക്ക് വ്യത്യാസങ്ങൾ വരാറുണ്ട്. എങ്കിലും കൂടുതൽ അതിർത്തികൾ സൃഷ്ടിക്കുന്നവരാണ് നമ്മൾ. ഇന്ന് ഈശോയുടെ കുരിശുമരണത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ ഈശോയിൽ കണ്ടുമുട്ടുക ഈ ലോകത്തിന്റെ സകല അതിർത്തികളെയും ഭേദിച്ച് ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് ധാരയായി ഒഴുകുന്നതാണ് നമ്മൾ കണ്ടുമുട്ടുക. ദുഃഖവെള്ളിയാഴ്ച ദൈവം തന്റെ മുഴുവൻ സ്നേഹവും ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയും പങ്കുവെക്കുകയും ചെയ്തത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുകയാണ് നമ്മൾ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹത്തെ അതിരുകളില്ലാതെ കവിഞ്ഞൊഴുകുന്ന ദൈവസ്നേഹത്തെ അനുഭവിക്കുവാൻ, ആ സ്നേഹത്തിലൂടെ നമുക്ക് കരഗതമാകുന്ന രക്ഷയെ ഉൾക്കൊള്ളുവാൻ നമ്മുടെ ജീവിതത്തിന് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു, ആ
ആ സ്നേഹത്തിന്റെ ആഴം അനുഭവിച്ചറിയുന്ന ദിനമാണ് ദുഃഖവെള്ളി. ഈശോ സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ മരിച്ചുകൊണ്ട് നമ്മുടെ സകല പാപങ്ങൾക്കും പരിഹാരം ചെയ്ത് നമുക്ക് രക്ഷ നേടിത്തുന്ന ദിനം. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം എത്രമാത്രം ആഴമുള്ളതാണ് എന്ന് നമ്മൾ അനുഭവിച്ചറിയും. യോഹന്നാൻ ശ്രീയായുടെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം, തന്റെ ഏകജാതന് നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പ്രിയപ്പെട്ടവർ, ഈ ദുഃഖവെള്ളി തിരുനാളിൽ നിൽക്കുമ്പോൾ നമ്മുടെ സ്നേഹമൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ ആത്മപരിശോധന ചെയ്യണം. അങ്ങനെ ആത്മപരിശോധന ചെയ്തുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിന്റെ സഹനത്തിലേക്കും അങ്ങനെ ക്രിസ്തുവിന്റെ രക്ഷ സ്വന്തമാക്കുന്നതിലേക്കും എത്തിച്ചേരുമ്പോഴാണ് ഈ ദുഃഖവെള്ളി നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്തായി തീരുക. ഈ സന്ദേശം പങ്കുവെക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്നത് കഴിഞ്ഞ കോവിഡ് കാലത്ത് ഒരമ്മ തന്റെ മകളുടെ പ്രസവവുമായി സംബന്ധിച്ച് പറഞ്ഞ ഏതാനും കാര്യങ്ങളാണ്. ഒരമ്മ എൻ്റെ അടുത്ത് അമ്മയുടെ മകളുടെ പ്രസവത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയമായപ്പോൾ മകളുടെ ഭർത്താവ് എങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തതെന്ന് വളരെ നിറകണ്ണുകളോടെ ഒരിക്കൽ എൻ്റെ അടുത്ത് പങ്കുവച്ചു. അദ്ദേഹം ചെയ്തത്, ഈ പ്രസവത്തിന്റെ ഡേറ്റ് ഒക്കെ ആയപ്പോൾ നമുക്കറിയാം ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെ ഈ ഭർത്താവ് ഭാര്യയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഭാര്യയോട് പറഞ്ഞു, നീ അവിടെ റിസപ്ഷനിൽ ഇരിക്കുക. എന്നിട്ട് ഭർത്താവ് ഒറ്റയ്ക്കാണ് റൂമിലേക്ക് പോകുന്നത്. സാധാരണ പ്രസവത്തിന് കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുപോവുകയെന്ന് ഏതാനും പേർക്കൊക്കെ അറിയാം. അപ്പോൾ ഈ ഭർത്താവ് അന്ന് പോയപ്പം അടിച്ചു വാരാൻ ഒരു ചൂല്, മാറാമ്പിൽ അടിച്ചു വാരാൻ വേണ്ടി വേറൊരു ചൂല്, പിന്നെ നിലം തുടയ്ക്കാനുള്ള ഒരു മൊപ്പട്, ഫിനോയിൽ, ആസിഡ് മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം, ഹാൻഡ് വാഷ്, ഈ വക സാധനങ്ങളെല്ലാമായിട്ടാണ് ഈ ഭർത്താവ് അവിടെ എത്തിയത്. എന്നിട്ട് ഭാര്യയെ അവിടുത്തെ റിസപ്ഷനിൽ ഇരുത്തി ഇവർക്ക് ബുക്ക് ചെയ്തിരിക്കുന്ന റൂമിലേക്ക് ഈ ഭർത്താവ് കടന്നില്ല. നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ ക്ലീൻ ആയിരിക്കും. പക്ഷെ ഈ ഭർത്താവ് ചെയ്തത് അവിടെ ചെന്ന് റൂമൊക്കെ ഒന്ന് വളരെ മനോഹരമായി അടിച്ചുവാരി, ആദ്യം മോൾഭാഗം തട്ടിയടിച്ചു, റൂമിന്റെ അടിഭാഗം അടിച്ചുവാരി, പുൽത്തൈലൊക്കെ ഇട്ട് നന്നായിട്ട് തുടച്ചു, ബാത്റൂമിൽ കയറി ബാത്റൂം കഴുകി, ക്ലോസറ്റും വാഷ് ബേസിനൊക്കെ വിനോയിൽ ഒഴിച്ച് കഴുകി നല്ല വൃത്തിയാക്കി. അങ്ങനെ പുതിയ ടർക്കി അവിടെ വിരിച്ചു, ബെഡ്ഷീറ്റുകളെല്ലാം വിരിച്ചു. ഇങ്ങനെ ഇത്രയും മനോഹരമായിട്ട് അദ്ദേഹം ഇതിങ്ങനെ ഒരുക്കി. ഇതിങ്ങനെ വളരെ മനോഹരമായിട്ട് ഒരുക്കി. ഈ ഒരുക്കലൊക്കെ കണ്ടു കഴിഞ്ഞ് ഇതൊക്കെ കണ്ട് മകളും ഒക്കെ വളരെ അത്ഭുതമായി. തന്റെ ഇത്രമാത്രം സ്നേഹം ലഭിച്ചിരിക്കുന്നു. ഈ അമ്മ വളരെ ആവേശത്തോടും വളരെ സന്തോഷത്തോടും കൂടിയിട്ടാണ് ഈ കാര്യങ്ങൾ എന്നോട് പങ്കുവച്ചത്. തന്റെ ഭർത്താവ്, ഈ മകളുടെ ഭർത്താവ് എത്ര മനോഹരമായിട്ടാണ് ആ കുഞ്ഞിന് വേണ്ടി അത് ഒരുക്കിയിട്ടുള്ളത്. ഇത് കഴിയുമ്പോൾ എന്റെ പ്രസവത്തിന് ഇതൊന്നും ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ച് ആരും പ്രശ്നമൊന്നും ഉണ്ടാക്കിയേക്കരുത്. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിന് വലിയ ഭാഗങ്ങളുണ്ട്, വലിയ ഭാവങ്ങളുണ്ട്. ഈ മകളുടെ അമ്മ പറയുകയാണ്, എന്റെ മകൾക്ക് എന്തോരെ ഭാഗ്യമുണ്ടച്ചാ. കാരണം ഇത്രമാത്രം സ്നേഹിക്കാൻ, അവളോട് ഭർത്താവ് കാണിക്കുന്ന സ്നേഹം കണ്ട് എനിക്ക് അസൂയ തോന്നുന്നു, കൊതി തോന്നുന്നു. അത്രയും ആവേശത്തോടു കൂടിയാണ് നിറഞ്ഞ കണ്ണുകളുമായി ഈ അനുഭവം അമ്മ പങ്കുവെച്ചത് നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹം വളരെ കരുതലുള്ള സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, കരുതലുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റണം. ക്രിസ്തുവിൽ നിറഞ്ഞു നിൽക്കുന്നത് വളരെ കരുതലുള്ള സ്നേഹമാണ്. ഈശോ മരിച്ച് ഉത്ഥാനം ചെയ്തത് ദൈവം നമ്മളോട് കാണിച്ചു. നമ്മുടെ കൂടെ തന്നെയുള്ള മാങ്കാവ് പള്ളി ഇടവേള വികാരിയായ മാർട്ടിൻ ഏറ്റുമാനൂർക്കാരനച്ഛനും ഇന്ന് ഹൃദ്യമായ സന്ദേശം നൽകിയ സിജോ കാരിക്കാട്ടിലച്ഛനും യാക്കര ഇടവകയ്ക്ക് കരുത്ത് പകരുന്ന ആരോഗ്യത്തിന്റെ കാര്യത്തിലും മറ്റെല്ലാ കാര്യത്തിലും ചൈതന്യം നൽകുന്ന ആശുപത്രിയുടെ ഡയറക്ടറും വാൾട്ടറച്ചനും നമ്മുടെ കൊച്ചച്ഛനായ മണിയങ്കേരി കളച്ചനും ഹൃദയപൂർവ്വം ഒറ്റവാക്കിൽ ഞാൻ നന്ദി പറയുന്നു. ഇതിന് പുറകിൽ പ്രവർത്തിച്ച 3 ഇടവകയിലെയും കൈക്കാരന്മാരെയും കമ്മിറ്റിക്കാരെയും ഹൃദയപൂർവ്വം നന്ദിയോടുകൂടെ ഓർക്കുന്നു, തമ്പുരാന്റെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഈ കാര്യങ്ങൾക്ക് കുരിശിന്റെ വഴിയിലൂടെ ഭക്തിസാന്ദ്രമായ വിധത്തിൽ പ്രാർത്ഥനകൾ എത്തിച്ച്
ത്യാഗബുദ്ധിയോട് വന്ന 3 ഇടവകയിലെയും മറ്റുള്ളവരെയും ഹൃദയപൂർവ്വം നന്ദിയോടുകൂടെ ഓർത്തുകൊണ്ട് കുരിശിന്റെ സംരക്ഷണത്തിനായി യാചിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. ക്രമീകരിച്ചുള്ളവരെ, നമ്മൾ ഈശോയുടെ പീഡാനുഭവത്തിന്റെ കുരിശുമരണത്തിന്റെ ദിവസം ഭക്തി നിർഭരമായി പരിഹാര പ്രദർശനം നടത്തി ഇവിടെ എത്തി. ബഹുമാനപ്പെട്ട സുമേഷച്ചൻ പറഞ്ഞ നന്ദി വാക്കുകളോട് ഞാനും 100% യോജിക്കുകയാണ്. വളരെ ഭക്തിസാന്ദ്രമായ രീതിയിൽ തിരുക്രമങ്ങൾ നടത്തി ഈ കുരിശന്റെ വഴി നടത്തി നമ്മൾ എത്തിച്ചേർന്നു. നല്ല ഒരു സന്ദേശം ബഹുമാനപ്പെട്ട ശ്രീജോ കാരിക്കാട്ടിലച്ഛൻ നമുക്ക് തന്നു. വളരെ സന്തുഷ്ടരാണ്, അനുഗ്രഹീതരാണ്. അതുപോലെ ഇവിടെയുള്ള എല്ലാ ക്രമീകരണങ്ങളും വളരെ ഭംഗിയായിട്ട് നടത്തപ്പെട്ടു. നമ്മുടെ എല്ലാ ഇടവക്കാരെയും, കത്തീഡ്രൽ ഇടവകങ്ങളെയും, മാങ്കാവ് യാക്കര ഇടവകാംഗങ്ങളെയും, ആ ഇടവക്കാരായ നിങ്ങളെയും കൈക്കാരന്മാരെയും ഒക്കെ സ്നേഹത്തോടു കൂടി ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഒരു കൊച്ചു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ സമാപന ആശീർവാദത്തിലേക്ക് പ്രവേശിക്കാം. ഞാൻ 4 മണിയായപ്പോ കത്തീഡ്രൽ പള്ളിയുടെ ഫ്രണ്ടിലെത്തിയപ്പോ ഒരു ചേട്ടൻ എന്നോട് ചോദിച്ചു, പിതാവേ കുരിശെടുക്കട്ടെയോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുരിശെടുക്കാം. ഉടനെ അടുത്ത ചോദ്യം, ചെറിയ കുരിശ് വേണോ വലിയ കുരിശ് വേണോ? ഞാൻ ഒരു നിമിഷം നേരം ആലോചിച്ചു. വലിയ കുരിശെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ മലയാറ്റൂരൊക്കെ ചുമന്നു കയറ്റുന്ന വലിയ വമ്പൻ കുരിശുകളുണ്ടല്ലോ, അതെങ്ങാനും എനിക്ക് അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞ് നാണക്കേടാവുമെന്ന് വിചാരിച്ചത് ഞാൻ പറഞ്ഞു ചെറിയ കുരിശ് മതിയായിട്ട്. അങ്ങനെ ചെറിയ കുരിശ് എനിക്ക് കിട്ടി. നിങ്ങളും ആനുപാതികമായ വിധത്തിൽ ഇതുപോലെയുള്ള കുരിശുകളൊക്കെ എടുത്തു പോന്നിരിക്കുക. എല്ലാ സാധ്യതകളും ഉണ്ട്. എന്നിട്ട് പത്രോസ്ലീഹ പറഞ്ഞു അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവായി പോയല്ലോ. പക്ഷേ ഇന്ന് നമ്മളോട് ആരെങ്കിലുമൊക്കെ ചോദിക്കുക, നിങ്ങളും ആ മനുഷ്യന്റെ ശിഷ്യനല്ലേ എന്ന്. ക്രൂശിതനായ ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.